1895 പൂനെയിൽ വെച്ച് കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചേർത്ത് കൂടിയിരുന്ന ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസിൽ താഴെ കാണും പ്രകാരം ഒരു നിശ്ചയം പാസാക്കി. സവർണ ഹിന്ദുക്കളുടെ അവഹേളനം നിമിത്തം സ്വന്തം മതമുപേക്ഷിച്ച് ഇതര മതങ്ങൾ സ്വീകരിക്കാൻ പ്രേരിതന്മാരാകുന്ന പറയരുടെ സ്ഥിതി നന്നാക്കുന്ന കാര്യത്തിൽ മദ്രാസ് പ്രസിഡൻസിയിൽ ഗവൺമെൻറ്റിൻ്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ ബലമായി ആകർഷിക്കപ്പെട്ടു കാണുന്നതിൽ ഈ കോൺഫറൻസിനുള്ള തൃപ്തിയെ രേഖപ്പെടുത്തുന്നു. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുള്ള വർണ്ണബാഹ്യന്മാരായ ഹിന്ദുക്കളുടെ വിദ്യാഭ്യാസ സ്ഥിതിയും സമുദായ സ്ഥിതിയും നന്നാക്കുന്നത് രാജ്യത്തിൻ്റെ ശാശ്വതമായ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു കർത്തവ്യമാകുന്നു. ഈ ജാതിക്കാർ ഇന്നനുഭവിച്ചു വരുന്ന അസൗകര്യങ്ങളെ വിദ്യാഭ്യാസവും വ്യവസായവും കൊണ്ട് കടന്നു പോകത്തക്ക ഒരു നിലയിൽ അവരെ എത്തിക്കുന്നതിന് ആവശ്യമുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യേണ്ടതാകുന്നു. ഈ നിശ്ചയത്തെ പിന്താങ്ങി സംസാരിച്ച സന്ദർഭത്തിൽ മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രാധിപരായിരുന്ന ശ്രീ പരമേശ്വരൻ പിള്ള PA ഇങ്ങനെ പറഞ്ഞു: മാന്യ സദസ്യരെ, ഈ നിശ്ചയം പിന്താങ്ങുന്നതോടുകൂടെ തിരുവിതാംകൂറിലെ തീയരുടെ സ്ഥിതിയെപ്പറ്റി അല്പം സംസാരിക്കുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ പരിതസ്ഥിതിയിൽ ജീവിക്കുന്ന തിരുവിതാംകൂറിലെ തീയരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇവിടെ തിരുവിതാംകൂറിലെ ഈഴവരുടെ സ്ഥിതിയെപ്പറ്റി ഞാൻ പറഞ്ഞതെല്ലാം കൊച്ചിയിലെ ഈഴവരെ സംബന്ധിച്ചും ശരിയാകുന്നു. എന്നാൽ ഈ സമുദായത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി അനുകമ്പ തോന്നിയ ഒരു സാമാജികൻ മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ വെച്ച് ആ വിഷയത്തെപ്പറ്റി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സന്നദ്ധനായി. എന്നാൽ ഗവർണർ ആ ചോദ്യം അനുവദിച്ചില്ല. എന്ത് കാരണം കൊണ്ടാണ് അനുവദിക്കാതിരുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പറയരുടെ സ്ഥിതി നന്നാക്കാൻ ശ്രമിച്ചതിന് മദ്രാസ് ഗവൺമെൻറ്റിനെ കുറേ ബഹുമാനിക്കാനുണ്ട്. എന്നാൽ ഏതാണ്ട് അതുമാതിരിയിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നവരായ തിരുവിതാംകൂറിലുള്ള ഒരു സമുദായക്കാരെ പറ്റിയുള്ള ചോദ്യങ്ങൾ ആ ഗവൺമെൻറ് തന്നെ വിരോധിച്ചത് എനിക്ക് അത്ഭുതമായി തോന്നുന്നു. തിരുവിതാംകൂർ ഗവൺമെൻറ് തീയന്മാരുടെ നേരെ ഈ വിധമൊരു നയം അംഗീകരിച്ചിട്ടുള്ളത് നിർഭാഗ്യമാകുന്നു. തീയന്മാരെല്ലാം ഹിന്ദുക്കളാകുന്നു. അവരുടെ മതം മാറി ക്രിസ്തുമതം സ്വീകരിച്ചാൽ അവരുടെ അസ്വാതന്ത്ര്യങ്ങളെല്ലാം മാറിപ്പോകുന്നു. അവരെ എല്ലാ പള്ളിക്കൂടങ്ങളിലും കയറ്റി പഠിപ്പിക്കുകയും അവർക്ക് ഗവൺമെൻറ് സർവീസിൽ പ്രവേശനം അനുവദിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നത് തിരുവിതാംകൂറിലെ തീയന്മാരിൽ വലിയ ഭൂരിഭാഗം ഇപ്പോഴും ഹിന്ദുക്കളായിരിക്കുന്നല്ലോ എന്നാകുന്നു. തിരുവിതാംകൂറിനെ പോലെയുള്ള ഒരു പഴയ ഹിന്ദു ഗവൺമെൻറ് അവരുടെ ജനങ്ങളോട് വളരെ ദയവായി പെരുമാറേണ്ടതാകുന്നു. അവരെല്ലാം ഹിന്ദുക്കളായിരിക്കാൻ വേണ്ടത് ചെയ്യേണ്ടതാകുന്നു. നേരെ മറിച്ച് താണജാതിക്കാരായ അവരുടെ പ്രജകൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് സവർണ ഹിന്ദുക്കളോടൊപ്പം അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം തിരുവിതാംകൂർ ഗവൺമെൻറ് അവർ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിന് വേണ്ടതെല്ലാം ചെയ്തു വരുന്നതായി കാണുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ഇത് വളരെ വ്യസനകരമായ ഒരു കാര്യമാകുന്നു. ഈ നിശ്ചയത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൽ തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പതിയണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ യോഗത്തിൽ ഹാജരാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിശ്ചയങ്ങളിൽ ഒന്നായ ഈ നിശ്ചയത്തെപ്പറ്റിയുള്ള എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. സമുദായത്തിൻ്റെ അസ്വാതന്ത്ര്യങ്ങളിൽ തിരുവിതാംകൂറിലും പുറമേയുമുള്ള ജനങ്ങളുടെ ശ്രദ്ധ പതിയുന്നതിന് പത്രപംക്തികളും പ്രസംഗപീഠങ്ങളും ഉപയോഗിച്ച് ഡോക്ടർ ഈ വിധം പല ശ്രമങ്ങളും ചെയ്തു. തിരുവിതാംകൂറിലെ അധികാരികളിൽ നിന്ന് സമുദായത്തിൻ്റെ സങ്കടങ്ങൾക്ക് നിവാരണമുണ്ടാകുന്നത് പ്രയാസമാണെന്ന് ബോധ്യമായതിൽ പിന്നെ മേൽക്കോയ്മയായ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയെ ഈ വിഷയത്തിലേക്ക് ആകർഷിച്ച് അതുവഴി അവകാശ സ്ഥാപനത്തിന് ഡോക്ടർ ശ്രമിച്ചു തുടങ്ങി. സങ്കടങ്ങൾ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ആദ്യമായി വേല ചെയ്തത്. അവയെപ്പറ്റി മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ വച്ച് പരസ്യമായി ഒരു മെമ്പറെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചു. ആ ചോദ്യം സഭാധ്യക്ഷനായ ഗവർണർ തടഞ്ഞു കളഞ്ഞു. ഒരു നാട്ടുരാജ്യത്തിലെ ആഭ്യന്തര കാര്യമാണെന്ന് ന്യായം പറഞ്ഞാണ് ചോദ്യം തടഞ്ഞത്. എന്നാൽ ഈ മാതിരി ചോദ്യങ്ങൾ ഇതിനു മുമ്പ് സഭയിൽ അനുവദിച്ചിട്ടുണ്ട്. താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്നവരുടെ ഉന്നമനത്തിന് വിരോധികളായ ചിലർ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ കടന്ന് കൃത്രിമം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഗവർണർ ഇപ്രകാരം ചെയ്തതെന്ന് സ്പഷ്ടമായിരുന്നു. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സിൽബന്ധികളെ ആശ്രയിക്കാതെ ഗവർണറെ നേരിട്ട് വിവരം ഗ്രഹിപ്പിക്കുന്നതിന് തീർച്ചയാക്കി. ഗവർണർക്ക് ഡോക്ടർ ഒരു പ്രൈവറ്റ് മെമ്മോറിയൽ അയച്ചു. മെമ്മോറിയൽ അയച്ചതിന് ശേഷം ഗവൺമെൻറ് ഹൗസിലെത്തി
കൂടുതൽ വിവരങ്ങൾ നേരിട്ട് നിവേദനം ചെയ്തു. പ്രൈവറ്റ് മെമ്മോറിയലിലെ വിഷയം ഈഴവർക്ക് പള്ളിക്കൂടങ്ങളും ഗവൺമെൻറ് സർവീസും തുറന്ന് പ്രവേശനം അനുവദിക്കുന്നില്ല എന്നാകുന്നു. ഗവർണർ ഈ മെമ്മോറിയൽ തിരുവിതാംകൂർ ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള പരാതികൾക്ക് സമാധാനം ചോദിക്കുകയും ചെയ്തു. ദത്തെടുക്കുന്നതും ആചാരവെടി കൂട്ടിക്കിട്ടുന്നതിനും തിരുവിതാംകൂർ ഗവൺമെൻറ് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ അനുവാദം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് മദ്രാസ് ഗവൺമെൻറ് സമാധാനം ചോദിച്ചത്. തിരുവിതാംകൂർ ഗവൺമെൻറ് അയച്ചു കൊടുത്ത മറുപടിയിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പലതും ഇപ്പോൾ തന്നെ ഈഴവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടെന്നും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും സ്കൂളുകളും ക്രമേണ തുറന്നുകൊടുത്തു വരുന്നു എന്നും പ്രസ്താവിച്ചിരുന്നു. എഞ്ചിനീയർ ഡിപ്പാർട്ട്മെൻറ്റിൽ എവിടെയോ ഒരു ഈഴവനെ 4 രൂപ ശമ്പളത്തിൽ പങ്കാവലിക്കുന്ന പ്യൂണായി നിയമിച്ചിട്ടുണ്ടായിരുന്നു. അത് വച്ചുകൊണ്ടാണ് എഞ്ചിനീയർ ഡിപ്പാർട്ട്മെൻറ്റ് ഈഴവർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നതായി മറുപടിയിൽ പറഞ്ഞിരുന്നത്. ഇതുപോലെയുള്ള സമാധാനങ്ങളാണ് മറ്റ് തുറകളെപ്പറ്റിയും പറഞ്ഞിരുന്നത്. തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ മറുപടിയിൽ ഒളിച്ചു വച്ചിരുന്ന ഈ വിധത്തിലുള്ള തന്ത്രങ്ങൾ ഡോക്ടർ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്നു. ഈ വിവരങ്ങളെല്ലാം വച്ചുകൊണ്ട് മദ്രാസ് ഗവൺമെൻറ് തിരുവിതാംകൂർ ഗവൺമെൻറ്റിനെ വേണ്ട പോലെ ഉപദേശിച്ചു. മൈസൂർ സർവീസിൽ അസിസ്റ്റൻ്റ് സർജനായിരുന്ന ഡോക്ടർ പൽപു എന്ന് പേര് വച്ചാണ് ഗവർണർക്കുള്ള ഈ മെമ്മോറിയൽ അയച്ചിരുന്നത്. ഒരു നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലെ ഹിന്ദു ഗവൺമെൻറ് ആ ഗവൺമെൻറ് സർവീസിൽ 5 രൂപയെങ്കിലും ശമ്പളമുള്ള ഉദ്യോഗത്തിൽ ഈഴവരെ പോലുള്ള സമുദായക്കാരെ നിയമിക്കുന്നില്ലെന്നും അവരുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നില്ലെന്നും ആ തിരുവിതാംകൂറിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു ഈഴവൻ മേൽക്കോയ്മയോട് പരാതി പറയുന്നു. അതുതന്നെ ആ തിരുവിതാംകൂറിലെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം പട്ടണത്തിലുള്ള മെഡിക്കൽ സ്കൂളിൽ പ്രവേശനം അനുവദിക്കായിക നിമിത്തം ദൂരസ്ഥലമായ മദ്രാസിൽ ചെന്ന് താമസിച്ച് അവിടുത്തെ വിദേശ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടുകൂടി അവിടെ തന്നെയുള്ള മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിച്ച് LMS എന്ന ഉയർന്ന മെഡിക്കൽ പരീക്ഷയും ജയിച്ച് മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ഡിഗ്രിയും വാങ്ങി മറ്റൊരു നാട്ടുരാജ്യമായ മൈസൂറിലെ ഹിന്ദു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ 150 രൂപ പ്രതിമാസം ശമ്പളമുള്ള ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് ആ ഉദ്യോഗത്തിൻ്റെ പേരും പറഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ്റെ നിലയിലാണ് പരാതി പറയുന്നത്. അത് പരാതിക്ക് വിഷയമായ ഗവൺമെൻറ്റിന് കുറച്ച് അഭിമാനക്ഷയ കാരണമായും ലജ്ജാവഹമായും തോന്നിയിരിക്കാൻ ഇടയുണ്ട്. ഈ തോന്നലിൻ്റെ ഫലമായിരിക്കാം ദിവാൻ ശങ്കര സുബ്ബരയ്യ അവർകൾ മൈസൂറിൽ പോയി അവിടത്തെ ദിവാൻ സർ ശേഷാദ്രി അയ്യരെ കണ്ടതും ഡോക്ടർ പൽപുവിനെ പറ്റി സംസാരിച്ചതും. അത്ര നിസ്സാരമായ ഒരു കാരണം വച്ചുകൊണ്ട് ദിവാൻ സർ PN കൃഷ്ണമൂർത്തി അയ്യർ ഡോക്ടർ പൽപുവിനെ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്തതും ബ്രാഹ്മണ ദിവാൻമാരുടെ രഹസ്യതന്ത്രത്തിൻ്റെ ഫലമല്ലേ എന്നും ശങ്കിക്കേണ്ടിയിരിക്കുന്നു. മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ചെയ്ത സങ്കട നിവേദനത്തിൻ്റെ ഫലവും ഡോക്ടർക്ക് തൃപ്തി ജനിപ്പിച്ചില്ല. വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിക്കുന്നതിന് മുമ്പ് ഗിരിയപ്പ ഫാൾസ് എന്ന വെള്ളച്ചാട്ടം കാണുന്നതിന് മൈസൂറിൽ വന്നിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിലെ ഈഴവരുടെ സങ്കടങ്ങളെ വിവരിച്ച് ഡോക്ടർ പൽപു ഒരു പ്രൈവറ്റ് മെമ്മോറാണ്ടം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും അതോടൊന്നിച്ച് അത് സംബന്ധിച്ച് ആവശ്യമുള്ള എല്ലാ രേഖകളും കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രധാന ഫലമാണ് കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭിന്നജാതി മതസ്ഥന്മാരായ എല്ലാ പ്രജകളെയും തുല്യമായി ഗണിച്ച് ഭരണം നടത്തണമെന്ന് അദ്ദേഹം മഹാരാജാവ് തിരുമനസ്സിലെ ഉപദേശിച്ചത്. ഈ വക ഉപദേശങ്ങൾക്ക് ഉത്തരവിൻ്റെ ഫലമാണുള്ളതെന്ന് ബ്രിട്ടീഷ് സ്ഥാനപതികൾ നാട്ടുരാജാക്കന്മാരോട് പരസ്യമായി ചെയ്യുന്ന ഉപദേശ പ്രസംഗങ്ങളെ സംബന്ധിച്ചുള്ള ചട്ടം അറിയാവുന്നവർക്ക് അറിയാം. തിരുവിതാംകൂറിലെ ഈഴവരുടെ ബുദ്ധിമുട്ടുകളെയും ഗവൺമെൻറ് അവരോട് ചെയ്യുന്ന അനീതികളെയും സംബന്ധിച്ച് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചോദ്യം ചെയ്യുന്നതിന് പരേതനായ G. പരമേശ്വരൻ പിള്ള ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അദ്ദേഹം മുഖാന്തരം വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. സ്വാമി വിവേകാനന്ദനും ഡോക്ടർ പൽപുവും തമ്മിൽ സ്വാമി അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മൈസൂറിൽ വെച്ച് പരിചയമായിരുന്നു. ഡോക്ടർ കൂടി ഉത്സാഹിച്ചിട്ടാണ് സ്വാമികളെ അമേരിക്കയ്ക്ക് അയച്ചത്. പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കുന്നതിന് പാർലമെൻറ്റ് മെമ്പർമാരുടെ സ്വാധീനം സമ്പാദിക്കേണ്ടത് ആവശ്യമാകുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിതയ്ക്ക് അനേകം പാർലമെൻറ്റ് മെമ്പർമാരുമായി പരിചയമുണ്ടെന്നറിയുകയാൽ
ആ മഹതിയുമായി പരിചയം സമ്പാദിക്കാൻ വിവേകാനന്ദ സ്വാമികളോട് ഒരു കത്ത് വാങ്ങി മിസ്റ്റർ പിള്ളയ്ക്ക് കൊടുത്തു. ചോദ്യം ചോദിപ്പിക്കുന്ന വകയ്ക്കുള്ള ചെലവിന് 1500 ഉറുപ്പിക വേണമെന്ന് മിസ്റ്റർ പിള്ള ആവശ്യപ്പെട്ടു. അതിലേക്ക് ധനശേഖരം ചെയ്യാൻ ഡോക്ടർ പൽപു അവധിയെടുത്തുകൊണ്ട് തിരുവിതാംകൂർ മുഴുവൻ ഒരിക്കൽ കൂടി ചുറ്റി സഞ്ചരിച്ചു. സഞ്ചാരത്തിൽ നിന്ന് 300 ഉറുപ്പിക മാത്രമേ പിരിഞ്ഞു കിട്ടിയുള്ളൂ. ബാക്കിയുള്ള പണം ഡോക്ടർ തന്നെ മറ്റു പ്രകാരത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. മിസ്റ്റർ പിള്ള ഇംഗ്ലണ്ടിൽ ചെന്നതിന് ശേഷം പാർലമെൻറ്റിൽ വെച്ച് ഇതിനെപ്പറ്റി ഇന്ത്യ സ്റ്റേറ്റ് സെക്രട്ടറിയോട് ചോദ്യം ചെയ്യിച്ചു. അതിൻ്റെ ഫലമായി പാർലമെൻറ്റിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുഖാന്തരം തിരുവിതാംകൂർ ഗവൺമെൻറ്റിനോട് ഈഴവരുടെ സങ്കടങ്ങളെപ്പറ്റി ഒരു അന്വേഷണം നടത്തി തിരുവിതാംകൂർ ഗവൺമെൻറ് സ്കൂൾ പ്രവേശനം, ഉദ്യോഗ വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഈഴവർ മുതലായ സമുദായക്കാരോട് പെരുമാറി വന്ന നയത്തിൽ അല്പാൽപമായി ക്രമേണ ഏർപ്പെടുത്തിയ ഗുണകരമായ മാറ്റത്തിന് ഡോക്ടർമാരുടെ ഈ വക ശ്രമങ്ങൾ ചെയ്തിട്ടുള്ള സഹായം അപരിച്ഛേദ്യമാകുന്നു.